ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ. അപ്പം നമുക്കൊരു ചായ കുടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം നിങ്ങൾ വിചാരിക്കും, ചായ മാത്രമേ ഉള്ളൂ, കാപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ലേന്ന്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ സൺഡേ രാവിലെയും ഉച്ചയ്ക്കും എൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അത് അമ്മയുടെ കർശനമായ ഒരു നിർദ്ദേശമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ കുക്ക് ചെയ്യുമെങ്കിലും സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് അത് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നീരജ. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ആൻഡ് മൈ ഫസ്റ്റ് യൂട്യൂബ് എക്സ്പീരിയൻസ്. പിന്നെ മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നവരോട്, മാരീഡാണ്. 3 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയും കൂടെയാണ്. പിന്നെ കുറച്ച് പേരെന്നെ സന്തൂർ മമ്മി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഈ വീട്ടിൽ ഞാനും എൻ്റെ മോളും മാത്രമേ താമസിക്കുന്നുള്ളൂ. ഒരു 1 കിലോമീറ്റർ അടുത്തുണ്ട് എൻ്റെ പാരൻസും ബ്രദറും ഒക്കെ അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ മോള് നല്ല ഉറക്കമാണ്. ഇപ്പോഴൊന്നും എണീക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ബാക്കി പണിയിലോട്ട് പോകാം. ഈ ധൃതി പിടിച്ച് ജോലി ചെയ്യുന്നത് വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് 4th സാറ്റർഡേ ആണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് സാറ്റർഡേയും 4th സാറ്റർഡേ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആയിട്ടുള്ള സാറ്റർഡേയ്സാണ്. ക്ലാസ് ഒന്നും കാണില്ലെങ്കിലും ഒരു മണി വരെ നമുക്ക് വർക്കിംഗ് ആണ്. രാവിലെ 9 മണി മുതൽ 1 മണി വരെ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. നോർമലി മൺഡേ ടു ഫ്രൈഡേ 8:30 മുതൽ 3 മണി വരെയാണ് ക്ലാസ് ടൈം വരുന്നത്. അതുകൊണ്ട് അന്ന് സാധാരണ ദിവസം ഞാനൊരു 5 മണിയാകുമ്പോൾ എണീക്കും. സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, മോൾ എണീറ്റതാണ്. മോള് 7:30 ആയപ്പോൾ എണീറ്റു. ഉറക്കം എണീറ്റ് തൊട്ട് ബ്രഷ് ചെയ്യുന്ന തിരക്കിലാണ്. മോൾ ഓൾറെഡി ഒരു ഡേ കെയറിൽ പോകുന്നുണ്ട്, ഒരു മോണ്ടിസോറിയിൽ പോകുന്നുണ്ട്. അവൾക്ക് സാറ്റർഡേ ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ആക്കിയിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത്. ഇനി നമുക്കിങ്ങനെ നിന്നാൽ പോരല്ലോ, നമുക്കും റെഡി ആവണമല്ലോ. നമുക്ക് റെഡി ആവാൻ പോവാം. സാറ്റർഡേ ചില ഡേയ്സ് നമുക്ക് സാരി ഉടുക്കേണ്ടി വരും. എന്നാൽ ചില ഡേയ്സ് നമുക്ക് ചുരിദാറായാലും കുഴപ്പമില്ല, വിത്ത് ഷോൾ ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് സാരി ഉടുക്കണമായിരുന്നു. ഇന്ന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് സാരി ഉടുത്തുകൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് റെഡിയാവാം. പിന്നെ സൺസ്ക്രീം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അതറിയാമല്ലോ. നമുക്ക് സൺസ്ക്രീം ഉണ്ടെങ്കിൽ എന്തായാലും പറ്റത്തുള്ളൂ. സൺസ്ക്രീമും ലിപ്സ്റ്റിക്കും ഇല്ലാതെ പുറത്തിറങ്ങാത്ത ഒരുപാട് പേര് കാണൂലേ. എന്തെന്നറിയില്ല, കാജൽ ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു, എൻ്റെ കണ്ണിൽ വരുന്നില്ല. ഞാൻ കുറേ നേരമായിട്ട് ഞാൻ നോക്കുമായിരുന്നു. അവസാനം ഞാൻ ട്രൈ ചെയ്ത് കാജൽ അവസാനം കണ്ണിൽ കുറച്ചെങ്കിലും വന്നു. അതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ സാറ്റർഡേ മോളെയും കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുന്ന ഏറ്റവും വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം സാധാരണ ദിവസം അവൾ ഡേ കെയറിൽ പോകുന്നത് കൊണ്ട് തന്നെ വലിയ വിഷമമൊന്നും കാണത്തില്ല. അവൾക്ക് ഇഷ്ടമാണ് ഡേ കെയറിൽ പോകാനായിട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് വലിയ വിഷമമില്ല പിന്നെ സ്കൂളിൽ പോകാൻ. പക്ഷേ സാറ്റർഡേ അങ്ങനെയല്ല. അവൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വർക്കിന് പോകുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ പോകുന്നത് അവൾക്ക് ഭയങ്കര ഫീലിങ്സ് ഒക്കെ വരുന്നതാണ്. ഒരുപാട് കരയാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഒളിച്ച് ഒക്കെ ആണ് ഞാൻ സ്കൂളിലോട്ടൊക്കെ പോകുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ സ്കൂളിൽ ചെന്നൊക്കെ ഞാൻ വിളിക്കും, അവൾ എന്ത് ചെയ്യുമോ, അവൾ ഓക്കെ ആയോ എന്നൊക്കെ. പിന്നെ എനിക്ക് വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഡെയിലി വ്ളോഗ്സൊക്കെ എടുക്കണം എന്നുള്ളത്. പക്ഷേ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ കൂടി പല സാഹചര്യങ്ങൾ കാരണം എനിക്കതൊന്നും നടത്താൻ സാധിച്ചിരുന്നില്ല. വേറൊന്നുമല്ല, മോളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ആഗ്രഹം എനിക്ക് സബലീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ റീൽസ് ഇടുമ്പോൾ എനിക്ക് എന്നിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടായാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇടാനും തുടങ്ങിയത്. ആക്ച്വലി ഇപ്പോൾ ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി, സുന്ദരിയായി എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. സുന്ദരിയായി കാണും. അപ്പോൾ നമ്മൾ റെഡിയായി, ഇനി നമുക്ക് പോകാനുള്ള ഇതിലേക്ക് പോവാം. ഇന്ന് 9 മണി ഡ്യൂട്ടി വരുന്നത്, 1 മണി വരെ ഉണ്ട്. ഈ മുഖം കാണുമ്പോൾ, ഈ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇട്ടിട്ട് പോകാൻ തോന്നണില്ല. പക്ഷെ നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ നിന്ന് എൻ്റെ ഈ ദിവസത്തെ സാലറി കട്ടാവും. അതുകൊണ്ട് നമുക്ക് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ആക്ച്വലി അവൾക്ക് വണ്ടിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വീട് വരെ വലിയ കരച്ചിലോ ബഹളമോ ഒന്നും കാണത്തില്ല.
വീട്ടിലെത്തി. ഞാൻ പോവാറാവുമ്പോഴാണ് എന്താവോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും വലിയ യുദ്ധത്തിന് ശേഷം വീട്ടിൽ നിന്ന് പതുക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കരച്ചിലുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ സ്കൂളിലെത്തി. സ്കൂളിൽ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ പടി ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പരുവമാകും. ഇനി നമുക്ക് കുറച്ച് മിററിലൊക്കെ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളെ വർക്കിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. മൺഡേ ഒരു എലിഫൻ്റ് ഡേ എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്ക്രാപ്പ് ബുക്കിൽ എലിഫൻറ്റിനെ വരച്ചു കൊടുക്കണം. അതാണ് ഇന്നത്തെ ജോലി എന്ന് പറയുന്നത്. 24 നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം എലിഫൻറ്റിനെ വരയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. എന്നാലും നമുക്ക് വരച്ചല്ലേ പറ്റൂ, നമ്മുടെ ഡ്യൂട്ടി അല്ലേ അത്. ഞാൻ സത്യം പറഞ്ഞാൽ KGക്കാണ് ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ എങ്ങനെയെല്ലാം ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ പോകെ എനിക്ക് മനസ്സിലായി, എൻ്റെ മോളെ കാട്ടി 2-3 വയസ്സിന് വ്യത്യാസമേ ഈ കുട്ടികളുള്ളൂ. ഓക്കെ ആയി. പക്ഷേ കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമുക്കപ്പോൾ വീട്ടിലേക്ക് പോയാലോ? വീട്ടിൽ ചെന്നപ്പോൾ 2 അതിഥികളുണ്ടായിരുന്നു. കുറേ നാളായി ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ട്. മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മന്തി ലവർ അല്ലെങ്കിലും ഞാനും കഴിച്ചു. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. ഇതുവരെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ ആയിരുന്നു. അവിടെയായിരുന്നു മന്തി ഉണ്ടായിരുന്നത്. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവരെയും കൂടെ ഞാനിഞ്ഞ് കൊണ്ടുവന്നു. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് തുണി വാഷ് ചെയ്യാനുള്ള കാര്യം ഞാൻ ഓർത്തത്. അപ്പോൾ തന്നെ ഞാൻ തുണിയും വാഷ് ചെയ്യാൻ ഇട്ടിട്ട് എൻ്റെ തൂക്കാനും ഉള്ള ജോലിയിലേക്ക് പോയി. അതിനിടയ്ക്ക് വെള്ളം ഒഴിക്കാൻ പോയപ്പോൾ ഞാനും വൈകിയും കൂടെ നല്ല അടിയായി. അവൾക്ക് വെള്ളം ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞ് അവസാനം തട്ടിപ്പറിച്ച് ഞാൻ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഈ ചെടി നട്ടു വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട് വെച്ചിട്ട് ഏകദേശം 2.5-3 മാസം കഴിഞ്ഞു. പക്ഷേ ഞാൻ ഈ വീട് പാല് കാച്ചുന്നതിന് 4-5 മാസം മുമ്പ് എനിക്ക് ചെടി വേണമെന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ കൊണ്ട് നടിയിച്ചതായിരുന്നു. അത്രയും ഒരു എന്താ പറയുക, ചെടി എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എന്നും ഞാൻ വെള്ളം ഒഴിക്കും. മഴയത്തും ഞാൻ വെള്ളം ഒഴിക്കും. നമ്മുടെ തുണിയൊക്കെ വാഷായിട്ടുണ്ട്, അതിന് നമുക്ക് വിരിച്ചിടാം. അപ്പോഴത്തേക്കും ആമിയെ കുളിച്ച് റെഡിയാക്കി അവൾ അമ്മൂമ്മയും അപ്പൂപ്പനും അമ്പലത്തിൽ പോകാനായിട്ട് വന്ന് അവളെയും കുളിച്ച് റെഡിയാക്കി അങ്ങ് വിട്ട്. ഞാനില്ലാത്ത വിഷമം കൊണ്ടായിരിക്കും കുറച്ച് കരഞ്ഞുകൊണ്ടാണ് അവരിവിടെ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഓക്കെ ആയി. ഇനി ഞാൻ കുളിക്കാനായിട്ട് പോവാം. ഞാനും കുളിക്കണമല്ലോ. ഇപ്പോൾ സമയം 5:30 ഇനി ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല. കുളിച്ച് വിളക്ക് കത്തിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് വിളക്ക് കത്തിക്കാം. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട്. ഒരുപാട് പേർക്ക് നല്ലത് വരുത്തണമല്ലോ, എല്ലാവർക്കും നല്ലത് വരുത്തണമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ രാമായണം ഇടും. ഓരോ ദിവസവും ഓരോ രാമായണത്തിൻ്റെ പോർഷനായിട്ട് ഇട്ട് അങ്ങനെ അതും കേട്ട് ഒരു കട്ടനും ചിപ്സൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആമി ഇതുവരെ വന്നിട്ടില്ല. ആമി അമ്പലത്തിൽ പോയേക്കുവാണ്. ഞാൻ കട്ടൻ ഇട്ടപ്പോൾ ഗൗരിക്ക് കട്ടൻ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും വൈകിയും കൂടെ കട്ടൻ കുടിച്ചുകൊണ്ട് നിന്നപ്പം അവൾക്കും കട്ടൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവൾക്കും ഇട്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, രാത്രി എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ. അങ്ങനെ ഞാൻ ചമ്മന്തിയും അതുപോലെ തന്നെ നെയ്ദോശയും ചുട്ടു. നെയ്ദോശ ചുട്ടുകൊണ്ട് നിന്നപ്പോൾ അമ്മയും അച്ഛനും ആമയും കയറി വന്നു. പിന്നെ അവർക്കും കൂടെ നെയ്ദോശയും ചമ്മന്തിയും കൂടെ ചുട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് ഇരുന്നപ്പോഴാണ് ആമി ബോളും കൊണ്ട് വെളിയിലിറങ്ങിയത്. പിന്നെ നമ്മളെല്ലാവരും വെളിയിൽ നിന്ന് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എല്ലാവരും ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് പ്രത്യേകിച്ച് ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവരുമായിട്ട് കളിക്കാൻ അവൾക്ക് ബോളൊക്കെ അവൾ എറിഞ്ഞു തരും. അത്ര സന്തോഷമാണ് അവൾക്ക് ബോളൊക്കെ കളിക്കാൻ. പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സന്തോഷം. ഇപ്പോൾ തന്നെ സമയം 9:30 ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ എന്നാൽ പറ്റത്തില്ല, നമുക്കിനി കിടന്നുറങ്ങണം, അവളെ ഉറക്കണം. പക്ഷേ ഇതിപ്പോഴൊന്നും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിനെങ്ങനെയെങ്കിലും പിടിച്ച് കിടത്തിയിട്ട് കിടന്നുറങ്ങിയേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്. Thank you for watching. Please like, share and subscribe.